എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണെങ്കിൽ ഇവനാണെങ്കിൽ RP നമ്പർ പോയിൻറ്റ്സ് പറഞ്ഞിട്ടൊരു സംഭവം കാണും. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അവന് മനസ്സിലാവുന്നത് ക്യാരക്ടേഴ്സ് ഏൺ ചെയ്യുന്ന ഒരു പോയിൻ്റാണിത്. അവരുടെ സ്വഭാവം ഇമ്പ്രൂവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന പോയിൻറ്റ്സ് ആണെന്ന് അവനിപ്പോൾ മനസ്സിലാവും. അപ്പോൾ അവൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവന് പോയിൻ്റ് കിട്ടിയത് -30. അപ്പോൾ ഇവ ചിന്തിക്കുന്നത് ഇത്ര ലോ, ജേവിയർ എന്താ ഇത്ര ലോ എനിക്ക് തന്നെ വിചാരിക്കും. എന്നുവെച്ചാൽ അവനാണെങ്കിൽ അവനെ പോയിൻ്റ് കൂട്ടാൻ വേണ്ടി പറയും, നീ ഇന്ന് നല്ല ഭംഗിയുണ്ട് പറയും. അപ്പോഴാണ് ജേവി പറയാതെ എനിക്ക് ഓൾറെഡി അറിയുന്ന പറഞ്ഞിട്ട് 2 പോയിൻ്റ് കൂടി അവൻ്റെ നിന്ന് ഡിക്രീസ് ചെയ്യും. പക്ഷേ ചിന്തിക്കുന്നത് എന്താ വർക്കാവാത്ത വിചാരിച്ചാൽ അവ പോകും. പിന്നെ കാണിക്കുന്നത് ആ പബ് ഓണറിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിരിക്കും. പക്ഷെ അവനൊരു കോൺട്രാക്ട് പേപ്പർ കൊണ്ടായിരിക്കും വന്നത്. എനിക്ക് പറയും, ഞാൻ ഈ പ്രോപ്പർട്ടി വീണ്ടും നല്ലോണം ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് വീട്. സോ ഇതിൽ നിങ്ങൾ സൈൻ ചെയ്യണം, ഞാനാണ് ഇതിൻ്റെ ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരു ജാതി ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇവൻ വിചാരിക്കും ഇതെന്താ ഇവൻ ആർക്കും വിശ്വാസമില്ലല്ലോ, എന്താ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇവനാണ് ഇയാളെ പേടിപ്പെടുത്തും. നിങ്ങൾക്ക് ഇന്ന് എത്ര വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് സൈൻ ചെയ്തോ പറഞ്ഞ് സൈൻ ചെയ്യുമ്പോൾ ഇയാളാണ് പേടിച്ച് സൈൻ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഓർഡർ കിട്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം പോവും. എന്നിട്ട് അവനാണ് അവിടെ പണിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജൈവ ചോദിക്കും, നിങ്ങൾ ആ പബ് ഓണറിനെ പേടിപ്പിച്ചിട്ടല്ലേ ഇത് കോൺട്രാക്ട് എഴുതിയത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പറയും, ഞാനിത് ഉണ്ടായി കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് ഞാൻ ഇവരെയൊക്കെ സ്മൈൽ ചെയ്യിപ്പിക്കും, അവരുടെ അമ്മേനെയും സ്മൈൽ ചെയ്യിക്കും എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഇവൻ വീണ്ടും പണിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര പണിയെടുക്കും അവൻ. എന്നിട്ട് അവൻ ഒരാഴ്ചേനുള്ളിൽ ആ വീട് ഏകദേശം കംപ്ലീറ്റ് ചെയ്യും. ഇവനെ കൊണ്ട് വയ്യ ഇനി പണിയെടുക്കാൻ. എന്നിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വെട്ടുമ്പോൾ ആണെങ്കിൽ ജേവർ വന്നിട്ട് പിടിച്ചിട്ട് പറയും, ഞാൻ വെട്ടിത്തരാൻ പറയും. എന്നിട്ട് ജേവറാണെങ്കിൽ അത് ഒറ്റയടിക്ക് 3-4 കഷ്ണാക്കി വേഗം ചെയ്ത് തീർക്കും. അപ്പം ഇവനാണ് പറയും, നിങ്ങൾക്ക് ഇത്ര ഫാസ്റ്റ് ഉണ്ടോ, എന്നാൽ ഇത് കഴിഞ്ഞാൽ ഇത് കുഴിക്ക് കൂടി ചെയ്തേക്ക് പറയും. അപ്പോൾ ജേവറാണെങ്കിൽ ഞാൻ അവനെ വെറുതെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ല, അപ്പോൾ എല്ലാ പണി കൂടി എൻ്റെ തലയിലാക്കിയെന്നുള്ള രീതിയിൽ ജേവിയർ അവിടെ നിൽക്കും. എന്ന് വെച്ചാണെങ്കിൽ ഇവർ 2 പേരും കൂടി ബാക്കിയുള്ള പണിയൊക്കെ തീർത്ത് വേഗം പണി ചെയ്യും. എന്നുവെച്ചാൽ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ് ഏറ്റവും മേലെയാണെങ്കിൽ അവനാണെങ്കിൽ അവൻ്റെ ഒരു സിമ്പിളും വെക്കും, ഒരു ലോഗോയും വെക്കും. എന്നിട്ട് ജേവ ചോദിക്കുക എന്തിനാണ്. അപ്പോൾ അവന് പറയും, ഇനി ഞാനിത് ബിസിനസ്സാക്കി തുടങ്ങാൻ പോവാണ്, എല്ലാവർക്കും വീട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെയാണ് എങ്കിൽ ഈ വീടാണെങ്കിൽ ഞാനൊരു മോഡലാക്കും ബാക്കിയുള്ളവർക്ക് കണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അവൻ കാണിച്ചു കൊടുക്കുക. അത് ഓഡൽഫ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർ അമ്മക്ക് കാണാൻ നല്ല ചൂട് കിട്ടും അവിടെ നിന്ന്. എന്നിട്ട് അവർ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീട്ടിൽ നിൽക്കുന്നത്, ഇതെന്താ മാജിക്കോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ആ പബ് ഓണർ പറയും, ഞാൻ കുറേ കാലത്തിന് ശേഷം അമ്മ ചിരിക്കുന്ന കാണുന്നത്, താങ്ക് യു എന്നൊക്കെ പറയും. അപ്പോഴാണെങ്കിൽ ജേവിയറിന് ഇവനെ കുറച്ച് ഇമ്പ്രസ് ആവും, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ്റെ 2 പോയിൻ്റ് കൂടും ജേവിയർ കൊടുക്കുന്നത്. എന്നിട്ട് ഇവ വിചാരിക്കും, ജേവിയറിനോട് അവ ചോദിക്കും, നീ വിചാരിക്കുന്ന നിൻ്റെ ബോസ് എപ്പോഴൊരു ഗാർബേജ് ആണെന്നാണോ, ഞാൻ ഗാർബേജ് അല്ല എന്ന് പറയും. അപ്പോൾ എന്നിട്ടാണ് പിന്നെയാണ് അവൻ ആ വീട് മോഡലാക്കിയിട്ട് എല്ലാവരോടും വന്നകത്ത് കയറി നോക്കാൻ പറയും എങ്ങനെ ഉണ്ടെന്ന്. വെച്ചാൽ അവനാണ് പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കും. ഇത് 2 ടൈപ്പ് വീടുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എ പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീട് ഉണ്ടാക്കി തരുന്നതും, ബി പറഞ്ഞാൽ നിങ്ങളുടെ പഴയ വീട്ടിൽ ഓഡൽ ഫ്ലോർ അറ്റാച്ച് ചെയ്ത് തരുന്നതും. എ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ഉണ്ടെന്ന് അവ പറയും. എന്നിട്ട് ഇയാളാണെങ്കിൽ എടുക്കണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവ വീണ്ടും പേടിപ്പെടുത്താൻ നോക്കും. അപ്പോൾ ആണെങ്കിൽ ബാക്കിൽ നിന്നൊരു വിളി കേൾക്കും. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് ലോയിഡ് അച്ഛനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരച്ഛൻ ചോദിക്കും, നീ എന്താ അവിടെ ഒപ്പിക്കുന്നത്, വല്ല പരിപാടി കുഴപ്പമുണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവ പറയും, അല്ല ഞാൻ ഓഡൽ ഫ്ലോർ വെച്ചിട്ട് റൂം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ നിന്ന് ഓർഡർ വാങ്ങിയിട്ട് അവരായിട്ട് പറ്റിക്കാമെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അപ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ പറയും. അപ്പോൾ അവ പറയില്ല, ഞാൻ എന്നെ ചെയ്യില്ല പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നീച്ച് പോവും. അപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കും, ഇപ്പോഴത്തെ ഫാമിലി സിറ്റുവേഷൻ കൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചേ, നീ ഇങ്ങനെ വിചാരിച്ച് ഓരോ ട്രബിളിൽ പോയി ചാടരുത്, നല്ലോണം തന്നെ ചെയ്യണം പറയും. അപ്പോൾ അവ പറയും, ഇവ വിചാരിക്കും ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഇതിന് മുന്നേ വിചാരിക്കും. അപ്പോൾ ഇവൻ്റെ റിയൽ ലൈഫിൽ ഇവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ഇതേപോലെ, നീ നല്ല പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട പറയും. എന്നിട്ട്
അവൻ വിചാരിക്കും ഞാനൊന്നും ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ഫുൾ ഇല്ലാണ്ടാവും, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനാണ് വിചാരിക്കും. എന്നിട്ട് അവിടെ നിന്ന് പോവും. എന്നുവെച്ചാൽ അവൻ വിചാരിക്കും അവൻ്റെ 5 വർഷം മുന്നേ അവൻ്റെ അച്ഛൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പാണ് അവൻ എസ്റ്റേറ്റ് ഡെവലപ്പറായിട്ട് പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവൻ 32 A സ്റ്റൈൽ ഓർഡേഴ്സും 57 B സ്റ്റൈൽ ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ വിചാരിച്ച് അവൻ അങ്ങനെ പോകുമ്പോൾ ആ 2 പേരെ കാണും. അപ്പോൾ അവരാണെങ്കിൽ ഇവന് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ടാവും. അപ്പം വിചാരിക്കും ഞാൻ ലോയിഡിൻ്റെ മകനായിട്ട് എന്നെന്താ ഗ്രീറ്റ് ചെയ്യാത്ത വിചാരിച്ച് പോകും. അവർ രണ്ടാളും അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും എപ്പോഴാണ് പൈസ തരാം, അവൾ തരാൻ പറഞ്ഞല്ലേ എന്താ തരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇതാക്കും. ലോയിഡാണ് അവിടെ ബാക്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കും. ആ കറക്റ്റ് സമയം എനിക്ക് പോവാൻ സമയം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും. ചാണകം അവൻ്റെ കറണ്ട് RP 36 ഉണ്ടാവുള്ളൂ. അപ്പോൾ വിചാരിക്കും ഇത് എന്തെങ്കിലും അവിടെ പോയി ഉണ്ടാക്കിയാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് RP കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അവനങ്ങനെ ഇരിക്കും. അവൻ്റെ RP ലെവൽ നോക്കുമ്പോൾ അവന് കുറേ അവന് കുറേ സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ ആ സ്കിൽസ് വെച്ചിട്ട് അവന് 2 സ്കിൽ എക്സ്ട്രാ വാങ്ങും, ബേസിക് സർവൈവിങ്ങും ബേസിക് ഡിസൈനും. അപ്പോൾ അവൻ വിചാരിക്കുക എന്നാൽ 2 കൂടി വാങ്ങാം, എൻ്റെ കയ്യിൽ 36 ഇല്ലേ അപ്പോൾ എന്ന് വിചാരിച്ച് അവൻ 2 കൂടി വാങ്ങും. അപ്പോഴാണ് എന്തോ മാജിക്കലായിട്ട് എന്തൊക്കെ സംഭവിച്ച് അവനാണെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അവൻ വിചാരിക്കും എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ എന്തായാലും ഓൾറെഡി എനിക്ക് അങ്ങനെ കാണാൻ പറ്റും, പിന്നെ എന്തിനതിങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ കുറേ പുതിയ ടെക്നിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും ഇത് വർക്കൊക്കെ ഈസി ആയല്ലോ, അത് വിചാരിക്കും ഒരു JCB എടുക്കണം വിചാരിക്കും. ഇതിന് JCB തന്നെയല്ലേ പറയുക, ലൈക്ക് എനിക്കറിയാം അതൊരു കമ്പനീൻ്റെ പേരാണ്, ബട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരം JCB എന്നാണ് പറയുന്നത്, നിങ്ങളെന്താ പറയല്. സോ അത് വിചാരിക്കും അങ്ങനെ എന്തെങ്കിലും വേണം വിചാരിക്കും. പിന്നെ നല്ല RP വേണം, അതിൻ്റെ ഒരു ഗെയിം ചെയ്താലേ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ 50 RP കൊടുക്കണം അതിന്. എന്നിട്ട് അവ വിചാരിക്കുക അങ്ങനെ ഡ്രാഗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുറേ സാധനമൊക്കെ എടുക്കാൻ പറ്റുന്ന വലിയ എന്തോ ജീവിയായിരിക്കും, യൂണിക്കോൺ ഡ്രാഗണൊക്കെ പോലത്തെ. അപ്പോൾ എനിക്ക് സുഖമായി ആ ഗെയിമിൽ അങ്ങനെ JCB ഒന്നും കിട്ടത്തില്ല എന്ന് അവനറിയാം. സോ ഇങ്ങനെ വലതുമായിരിക്കും മൃഗങ്ങളായിരിക്കും എന്ന് വിചാരിക്കും അവൻ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചൂടാവുന്നതാണ് അവർ. അപ്പോൾ അവർ പറയും നിങ്ങളൊന്നും പറയില്ല, നിങ്ങളൊരു പൈസ തരുന്നില്ല, ഞാനൊരു സജഷൻ പറയാം, എന്താ വെച്ചാൽ നിങ്ങളുടെ ഭാര്യയാണ് കുറച്ച് ലേഡീസിന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിട്, എന്നാൽ അതിൽ പൈസ തരണ്ട പറയാം. അപ്പോൾ ഇവരുടെ അച്ഛനാണ് ഭയങ്കര ചൂടായിട്ട് എന്താ നീ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചൂടാവും. അപ്പോഴാണ് ബാക്കിൽ കൂടെ ഒരാൾ വരുന്നു. അപ്പോൾ അത് ലോയിഡ് ആയിരിക്കും. ഇയാളാണ് പെട്ടെന്ന് പേടിക്കും എന്താന്ന്. അപ്പോൾ ലോയിഡ് പറയും ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ലൈക്ക് ആർട്ടിക്കിൾ 3 സെക്ഷൻ 6 ഒക്കെ പ്രകാരം ഇത് തെറ്റാണ്. അങ്ങനെ കുറേ ലോസ് പറഞ്ഞിട്ട് പറയും എന്താ വെച്ചാൽ പെർമിഷൻ ഇല്ലാതെ നോബൽ രജിസ്ട്രേഷൻ്റെ ഉള്ളിൽ കയറിയതിന് അത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ ഇതെന്താ പറയുന്നത്, ഇങ്ങനെ ലോസൊക്കെ പറയാണോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ പേടിച്ച് നിൽക്കും. എന്നിട്ട് ഇവനാണ് ജേവിയറിനെ വിളിക്കും. ഇതിൻ്റെ ശിക്ഷ എന്താണെന്നറിയോ, ജേവിയർ വാ പറഞ്ഞിട്ട് അവരുടെ 2 കൈ മുറിക്കാൻ പറയും. എന്നിട്ട് അയ്യോ വേണ്ട പറഞ്ഞിട്ട് അവർ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടും. ഇത് ജേവിയർ വാളൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ടാവും മുറിക്കാനായിട്ട്. എന്നിട്ട് അവർ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് ലോയിഡാണ് വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു കവർ കൊടുക്കുക, അതിൽ ഫുൾ പൈസ അവർ കളക്ട് ചെയ്തതായിരിക്കും അവൻ്റെ ഓർഡേഴ്സിന്. അപ്പം അച്ഛൻ പറയും നീ ഈ മണി കളക്ട് ചെയ്തിട്ട് ഓർഡേഴ്സ് ചെയ്തിട്ടില്ലെങ്കിലോ. അപ്പോൾ അവൻ്റെ അച്ഛനെ പോലും അവന് ഇത്ര വിശ്വാസമില്ല. എന്നുവെച്ചാൽ അപ്പോൾ ലോയിഡ് പറയും ഇല്ല അവനങ്ങനെ ചെയ്യില്ല, ഞാൻ അവനെ നോക്കിക്കോളാം, അവനെ കൊണ്ട് എന്തായാലും ഓർഡേഴ്സ് ഫുള്ള് ഞാൻ ചെയ്യിപ്പിക്കും പറയും. അപ്പോൾ ലോയിഡല്ല ജേവിയറിന് അപ്പോൾ അച്ഛന് വിശ്വാസമായതിനോട് ജേവിയറിനോട് പറയും ഓക്കെ പറഞ്ഞിട്ട് വിടും. അപ്പോൾ ഇവർ പോകുമ്പോൾ ജേവിയർ ലോയിഡിനോട് ചോദിക്കും നിനക്ക് എങ്ങനെ ആർട്ടിക്കിൾസൊക്കെ അറിയുന്നത് ചോദിക്കുമ്പോൾ അവ പറയും ഞാനിത് അവിടെ നിന്നോ കണ്ടതാണെന്ന് പറയും. അവൻ പിന്നെ ചിന്തിക്കും ഇതാ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ജേവിയർ പറഞ്ഞ ഡയലോഗ് ഇവൻ ഓർത്തതാണ്. ഇതേപോലെ ഫുൾ കടായി അവൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ജേവിയർ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അടുത്ത്. എന്നിട്ട് അവരുടെ ഓൺ ദ സ്പോട്ട് അവരുടെ തല വെട്ടിക്കൊന്നിട്ടുണ്ടാവും. അപ്പോഴാണെങ്കിൽ അവനൊരു നോട്ടിഫിക്കേഷൻ വരും, അവൻ്റെ അച്ഛൻ 6 പോയിൻറ്റ്സ് കൊടുത്തുന്ന. എൻ്റെ അച്ഛന് കുറച്ച് വിശ്വാസമായി ഇവനെ. അപ്പോൾ 6 പോയിൻറ്റ്സ് കിട്ടും. വിചാരിക്കും എനിക്ക് അപ്പം ഇനി സുമൻ പേടിക്കാൻ വിചാരിക്കും.
പിന്നെ രാത്രിയാകുമ്പോൾ അവനൊരു ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കും. എന്നിട്ട് അവൻ വിചാരിക്കും ഇപ്പോൾ ടാസ്ക് ചെയ്താൽ ആരും കാണത്തില്ല, എനിക്ക് എന്തായാലും ആ വലിയ സംഭവം വാങ്ങാൻ വിചാരിക്കും. എന്നിട്ട് അവൻ 50 RP കൊടുക്കും. എന്നുവെച്ചാൽ എന്തൊക്കെയോ വലിയ സംഭവം നടക്കും. അവൻ വിചാരിക്കും എന്തൊക്കെ സൗണ്ടൊക്കെ വന്ന് കുറേ എന്തൊക്കെ ഫൈറ്റൊക്കെ ഉണ്ടാവും വിചാരിക്കും. അപ്പോൾ എന്തൊക്കെ മാജിക്കലായിട്ട് കുറേ എന്തൊക്കെ സംഭവം നടക്കും. അപ്പം അവൻ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു ക്യൂട്ട് ഹാംസ്റ്റർ ആയിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ ഈ സാധനം ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് വിചാരിച്ചിട്ട് അവനിങ്ങനെ പോവും. അപ്പം പെരിയ ഹാംസ്റ്റർ എന്തൊക്കെയോ ബാക്കെന്ന് പറയും. അപ്പോൾ ഇവൻ വിചാരിക്കും ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം വിചാരിക്കും. എന്നിട്ട് ഈ ഹാംസ്റ്ററാണ് എന്തൊക്കെയോ ചവച്ചിട്ട് ഒറ്റ തുപ്പൽ എന്തൊക്കെയോ. അപ്പം അതെടുത്ത് നോക്കുമ്പോൾ എനിക്ക് അതിലൊരു മാനുവലും ഒരു എന്തോ വേറെ സാധനം ഉണ്ടാവും കവർ. അപ്പോൾ ഹാംസ്റ്റർ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവൻ കവർ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് സീഡ്സ് ആയിരിക്കും, റെഡും ബ്ലൂ കളറിൽ. റെഡ് പറഞ്ഞാൽ ഇവന് വലുതാവാനുള്ള സീഡായിരിക്കും, അത് 12 hours വരെ നിൽക്കും. അതേപോലെ ബ്ലൂ അവന് ചെറുതാവാനുള്ളതായിരിക്കും. സോ ഇവൻ വിചാരിക്കും ഇവൻ എത്ര വലുതാവും, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു റെഡ് എടുത്തിട്ട് അവൻ്റെ വായിലിട്ട് കൊടുക്കും. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ വിചാരിക്കും ഒരു മനുഷ്യൻ്റെ അത്രയൊക്കെ വലുപ്പം വെക്കുമോ വിചാരിക്കുമ്പോൾ ഉണ്ടാവും. ഇത് ഫസ്റ്റ് തന്നെ ഭയങ്കര വലുതായി ഒരു 15 feet വലുതാവും. പിന്നെയാണെങ്കിൽ അത് വീണ്ടും വലുതായി 13 feet ഒക്കെ ആവും. അവൻ വിചാരിക്കും എൻ്റെ മോൻ ഇത്രയൊക്കെ വലുതാവും ഇത്, എന്നാലും എനിക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ വിചാരിച്ചാൽ ഇത് ഒറ്റ കുഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വലുതായിട്ട് കുഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് അവൻ ഉരുളാൻ പറയും. അപ്പോൾ ഉരുളുമ്പോൾ ഫുൾ മണ്ണും കിളച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ച് നോക്കും. എന്നിട്ട് അവൻ വലിയ കല്ലൊക്കെ എടുത്തിട്ട് അവൻ്റെ വായിലിട്ടിട്ട് ഒറ്റ തുപ്പൊക്കെ തുപ്പും. സോ അവനാണെങ്കിൽ ഇത് അടിപൊളിയാണല്ലോ, ഇവനെക്കൊണ്ട് കുറേ ഉപയോഗമുണ്ട് വിചാരിക്കും. ചിന്തിക്കും ഇത്രയും വലിയ ഹാംസ്റ്ററിനെ കൊണ്ട് നടന്നിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവില്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഹാംസ്റ്ററിനെ കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കയ്യിൽ വെക്കാൻ, എന്നാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അത്രയേ ഉള്ളൂ ഈ എപ്പിസോഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരാം. ബൈ.